ഹലോ ഓൾ നമ്മുടെ കേരള അലോട്ട്മെന്റിന്റെ യഥാർത്ഥമായിട്ടുള്ള റിസൾട്ട് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ കേരള ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ വർഷത്തെ 2023ന്റെ ഫസ്റ്റ് അലോട്ട്മെന്റും ഈ ഫസ്റ്റ് അലോട്ട്മെന്റും തമ്മിൽ എന്താണ് വ്യത്യാസം? അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിനകത്ത് കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങൾ? അതുപോലെ തന്നെ കാറ്റഗറി വൈസ് നോക്കുകയാണെങ്കിൽ ചില കാറ്റഗറികളിൽ കോമ്പറ്റീഷൻ കൂടുന്നതായിട്ടും ചില കാറ്റഗറികളിൽ കോമ്പറ്റീഷൻ കുറയുന്നതായിട്ടും ചില കാറ്റഗറികളൊക്കെ കഴിഞ്ഞ വർഷത്തെ അതേ ട്രെൻഡ് നിലനിർത്തുന്നതായിട്ടൊക്കെ കണ്ടു. അപ്പോൾ അതിന്റെ ഒരു വിശദമായിട്ടുള്ള ഒരു അനാലിസിസ് ആണ് ഫസ്റ്റ് അലോട്ട്മെന്റിന്റെ എംബിബിഎസ് ബിഡിഎസും കഴിഞ്ഞ വർഷത്തെ 2023 ഫസ്റ്റ് അലോട്ട്മെന്റ് എംബിബിഎസ് ബിഡിഎസും തമ്മിലുള്ള കമ്പാരിസൺസും അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന ചില ഫാക്ടറുകളുമാണ് ഉള്ളത്. ഇപ്പൊ ചില എന്താ പറയാ ചില കമ്മ്യൂണിറ്റികൾക്ക് അല്ലെങ്കിൽ ചില റിസർവേഷൻ കാറ്റഗറികൾക്ക് അതേ നിലവാരത്തിൽ തന്നെ കഴിഞ്ഞ വർഷത്തെ അതേപോലത്തെ പാറ്റേണിൽ തന്നെ പോകുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ സാധ്യതകൾ നമുക്ക് കഴിഞ്ഞ വർഷം വെച്ചിട്ട് പ്രിഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ചിലതിന്റെയൊക്കെ സാധ്യതകൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ചിട്ട് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ചിലതൊക്കെ കൂടിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പൊ നിങ്ങളുടെ കാറ്റഗറിയുടെ ഇതിന് എന്താണ് സംഭവിച്ചത്? എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണാം. ആൻഡ് നിങ്ങളുടെ സംശയങ്ങൾ പതിവ് പോലെ തന്നെ കമന്റ് ബോക്സിൽ ഇടുക. ആൻഡ് ഒറ്റ കാര്യം കൂടി പറയാനുള്ള കാര്യമുണ്ട്. ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് താല്പര്യപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട എന്നുള്ളൊരു കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കാരണം അത് നമ്മൾ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു മെസ്സേജ് എത്തിക്കാനും അവരുടെ കൃത്യമായിട്ടുള്ള അലോട്ട്മെന്റ് സാധ്യതകൾ അറിയിപ്പിക്കാനും വേണ്ടിയിട്ട് സാധിക്കുന്നതായിരിക്കും. സോ നമുക്ക് വീഡിയോന്റെ പ്രോപ്പർ കണ്ടന്റിലേക്ക് പോകാൻ വേണ്ടി പറ്റും. ഇത് നമ്മുടെ നീറ്റ് 2024ന്റെ കീം 2024ന്റെ നമ്മുടെ ഹോം പേജ് ആണ്. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കാൻഡിഡേറ്റ് പോർട്ടലിനകത്ത് കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് ലാസ്റ്റ് റാങ്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇതാ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ടാവും. ഇത് എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ഡോക്യുമെന്റ് ആണ് നമ്മൾ ഇന്ന് അനലൈസ് ചെയ്യുന്നുണ്ടാവുക. ഇതുപോലെ തന്നെ നിങ്ങൾ കീം 2024ന് പകരം കീം 2023ന്റെ കാൻഡിഡേറ്റ് പോർട്ടലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ അവിടെയും നിങ്ങൾക്ക് ലാസ്റ്റ് റാങ്ക് കിട്ടുന്നുണ്ടാവും. ഒരു PDF ഡോക്യുമെന്റ് കിട്ടും. അപ്പോൾ നിങ്ങളിൽ ഡോക്യുമെന്റ് വെരിഫൈ ചെയ്യാൻ അറിയുന്ന ആളുകൾ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും നിങ്ങൾ പോയിട്ട് നിങ്ങളായിട്ട് തന്നെ ഇത് തുറന്നു നോക്കുക എന്നുള്ളതാണ് പറയാനുള്ള കാര്യം. കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ സാധ്യതകൾ ഏറ്റവും കൂടുതൽ പ്രെഡിക്റ്റ് ചെയ്യാനും ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാനും സാധിക്കുന്നത് നിങ്ങൾക്ക് തന്നെയാണ്. സോ തുടക്കത്തിൽ നമ്മൾ MBBSന്റേതും അതിനുശേഷം നമുക്ക് BDSന്റേതുമായിട്ടുള്ള കാറ്റഗറി വൈസ് അലോട്ട്മെന്റ് റിസൾട്ടുകൾ കാര്യങ്ങൾ സാധനങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ കുറച്ച് സമയം ഇരുന്നിട്ട് ഇത് MBBSന്റെ ഈ വർഷത്തെ അലോട്ട്മെന്റിന്റെ ഫോർമാറ്റ് ആണ്. അതിനകത്ത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനകത്ത് ഓരോ റാങ്കിന്റെ അടിയിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അതിന്റെ കഴിഞ്ഞ വർഷത്തെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഏത് വരെയാണ് പോയത് എന്നുള്ള കാര്യം ഞാൻ പേന കൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാര്യം. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കിങ്ങനെ MBBSന്റെ പോസിബിലിറ്റീസ് ഓരോന്നും നമുക്കിങ്ങനെ സ്റ്റേറ്റ് വൈസ് അല്ലെങ്കിൽ ഓരോ കോളേജ് വൈസ് നമുക്ക് നോക്കാൻ വേണ്ടി പറ്റും. സോ സ്റ്റേറ്റ് മെറിറ്റ് ഏറ്റവും കൂടുതൽ ആളുകൾ നോക്കുന്ന ഒരു കാറ്റഗറിയാണ് സ്റ്റേറ്റ് മെറിറ്റിൽ എന്ത് സംഭവിച്ചു എന്നുള്ളൊരു കാര്യം. സ്റ്റേറ്റ് മെറിറ്റിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഏകദേശം ഒരേപോലെ പോയതായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ ആലപ്പുഴയിലാണെങ്കിൽ 656, കഴിഞ്ഞ പ്രാവശ്യം 641 ആയിരുന്നു, ഇത്തവണ 656 ചെറിയൊരു വ്യത്യാസം, അതായത് ഒരു 5-10 റാങ്കിന്റെ വ്യത്യാസം. 714 746 എറണാകുളത്ത്, 214 215 കോഴിക്കോടിൽ. അപ്പൊ അങ്ങനെ വളരെ ചെറിയ വ്യത്യാസം മാത്രമാണ്. സ്റ്റേറ്റ് മെറിറ്റുകൾ കഴിഞ്ഞ വർഷത്തെ ഇത് ഇവിടെ നോക്കുകയാണെങ്കിൽ കൊല്ലത്ത് 744 വരെ ഇത്തവണ പോയിട്ടുണ്ട്. കുറച്ച് കൊല്ലത്താണ് ഏറ്റവും കൂടുതൽ ഒരു ജമ്പ് കാണുന്നത് സ്റ്റേറ്റ് മെറിറ്റിൽ ആളുകൾ ചൂസ് ചെയ്തതിന്റെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവുക. പിന്നെ ബാക്കി എല്ലാ സ്ഥലത്തും ഏകദേശം അതേപോലെ തന്നെയാണ്. ഇപ്പൊ കണ്ണൂരിൽ 738 വരെ, ഇവിടെ 468 വരെ, 715 743 വരെ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ തൃശ്ശൂരിൽ 479 ആയിരുന്നത് 527 ആയിട്ട് കൂടിയിട്ടുണ്ട് തൃശ്ശൂരിൻ്റെത്. ഇനി ട്രിവാൻഡ്രം നോക്കുകയാണെങ്കിൽ 281 327 എന്നുള്ളതാണ്. മൊത്തത്തിൽ സ്റ്റേറ്റ് മെറിറ്റിന്റെ ലാസ്റ്റ് റാങ്ക് ഒന്ന് മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് തന്നെയായിരിക്കും നമ്മുടെ ഒരു ഫൈനൽ അലോട്ട്മെന്റിലേക്കും കാണാൻ വേണ്ടി പറ്റുക. തേർഡ് അലോട്ട്മെന്റ് കഴിയുമ്പോഴും നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം ആലപ്പുഴയിൽ 873, ഇത് 864, ഇതൊക്കെ കഴിഞ്ഞ തേർഡ് അലോട്ട്മെന്റിൽ പോയ സ്കോറുകളാണ്, റാങ്കുകളാണ് ഇവിടെ എഴുതി വെച്ചത്. കോഴിക്കോട് 265 എന്നൊക്കെ. അപ്പോൾ ഏകദേശം നമുക്ക് ഇവിടെ ഉണ്ടാവുന്ന അതേ ചേഞ്ച് തന്നെയായിരിക്കും ഇതിലും ഉണ്ടാവാൻ വേണ്ടി പോകുന്നത് തേർഡ് അലോട്ട്മെന്റ് ആകുമ്പോഴത്തേക്ക്. അപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും. ഇപ്പോൾ പാരിപ്പള്ളി കൊല്ലത്തിൽ 679 ആയിരുന്നത് നമുക്ക് 680 എന്ന് എടുക്കാം. ഒരു 60 റാങ്കിന്റെ വ്യത്യാസം പാരിപ്പള്ളി കൊല്ലത്തിൽ ഇവിടെ വന്നിട്ടുണ്ട് സ്റ്റേറ്റ് മെറിറ്റിൽ. അപ്പോൾ ഇവിടെ 800 ആയിരുന്നു, ഒരു 860ലേക്ക് പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പരമാവധി 860 വരെയാണ് പോകാൻ സാധ്യതയുള്ളത്. കാരണം ഇവിടെ 60 കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെയും കൂടാൻ സാധ്യതയുള്ള മാർക്ക് എത്രയാണ്, അല്ലെ റാങ്ക് എത്രയാണ്, 60 ആണ് കൂടാൻ ഏകദേശം സാധ്യത. ഏകദേശ സാധ്യതകളാണ് പറയാൻ വേണ്ടി പറ്റുള്ളൂ. സെക്കൻഡ് അലോട്ട്മെന്റ് വരുമ്പോൾ ഇതുപോലെ നമുക്ക് കൃത്യമായിട്ട് കൂടുതൽ കൃത്യമായിട്ടുള്ള ഒരു അനാലിസിസും, തേർഡ് അലോട്ട്മെന്റ് വരുമ്പോഴത്തേക്കും കറക്റ്റ് ആയിട്ട് എത്ര എത്തും എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. ഇതൊക്കെ മുന്നുള്ള വീഡിയോകളിൽ പറഞ്ഞിരുന്ന പോലെ തന്നെ പ്രെഡിക്ഷൻസ് ആണ്. അതായത് നമ്മൾ ഇങ്ങനെയൊക്കെ ആവാനാണ് സാധ്യതയുള്ളത്. അത് ആ മാർക്കിന്റെ കൂടുന്നതിന്റെ ട്രെൻഡ് നോക്കിയിട്ട് ഏകദേശം അതേ ട്രെൻഡുകൾ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് റിഫ്ലക്ട് ചെയ്യുമെന്നാണ് പറയാൻ വേണ്ടി പറ്റുക. അപ്പൊ നമുക്ക് ഓപ്ഷൻ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം നമുക്ക് പറയാൻ വേണ്ടി പറ്റും. കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ ഓപ്ഷൻ കൊടുക്കുമ്പോൾ നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് ഓപ്ഷൻ കൊടുക്കുക. പക്ഷെ എന്തൊക്കെ പ്രതീക്ഷിക്കാം എന്നുള്ളൊരു കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഒരു ധാരണ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നുള്ളത്. അതാണ് സ്റ്റേറ്റ് മെറിറ്റിന്റെ കാര്യം. സ്റ്റേറ്റ് മെറിറ്റിൽ ഭയങ്കര വലിയ വ്യത്യാസം വന്നിട്ടില്ല എന്നുള്ളതാണ്. അടുത്തത് ഏറ്റവും പ്രധാനമായിട്ടും പറയാനുള്ള ഒരു ചേഞ്ച് കാണാനുള്ളത് EZ കാറ്റഗറിയിലാണ്. ഈഴവ കാറ്റഗറിയിൽ ഒരു വലിയ ചേഞ്ച് കാണുന്നുണ്ട്. EZ കാറ്റഗറിയിൽ പൊതുവേ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കോമ്പറ്റീഷൻ കുറച്ച് കൂടിയതായിട്ടാണ് കാണുന്നത്. കഴിഞ്ഞ വർഷം നോക്കുകയാണെങ്കിൽ
906 വരെ ആലപ്പുഴയിൽ പോയിരുന്നു. ഇത് 789 അപ്പോൾ ഏകദേശം ഒരു 120 മാർക്കിന്റെ ഒരു -120 നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് ഇവിടെ. ഇവിടെ നോക്കുകയാണെങ്കിൽ 958, ഇവിടെ 859 എന്ന് പറഞ്ഞാൽ -100ന്റെ വ്യത്യാസം ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ 1698 ആയിരുന്നു ഇടുക്കിയിൽ പോയിട്ടുണ്ടായിരുന്നത്. ഇവിടെ 1537 ഇവിടെയും -150 കാണുന്നുണ്ട്. മൈനസ് ആണ്. അതായത് കഴിഞ്ഞ പ്രാവശ്യം പോയ അത്രയും ഈഴവ കാറ്റഗറിയിൽ ഇത്തവണ പോയിട്ടില്ല എന്നുള്ളൊരു കാര്യം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. 468 ആയിരുന്നത് 490 ഈ ഒരു സ്ഥലത്ത് മാത്രം നമുക്ക് കാണാൻ പറ്റും. +20ന്റെ വ്യത്യാസം നമ്മളിവിടെ കാണുന്നുണ്ട്. കോഴിക്കോട്ടിൽ മാത്രം. പിന്നെ 1150 ഇവിടെ 1258 ആയിരുന്നു 1159 ഇത് -100 ഇവിടെ കാണുന്നത്. 1064 എന്നുള്ളത് 900 -65 ഇവിടെ നമ്മൾ കാണുന്നുണ്ട്. ഏകദേശം ഞാൻ പറയാം കേട്ടോ, കൃത്യമായിട്ട് കണക്ക് കൂട്ടിയിട്ടല്ല ഇടുന്നത്. 725 ഉണ്ടായിരുന്നു 668 ഇവിടെ ഒരു -50 നമ്മൾ കാണുന്നുണ്ട്. 1020 ഇത് ഏകദേശം സെയിം ആയിട്ട് ഈക്വൽ ആയിട്ട് മഞ്ചേരി വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സാധനം വന്നിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തില് ഈഴവയുടെ കോമ്പറ്റീഷൻ ഇറ്റ് ഈസ് ഗോയിങ് ഹൈ എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ വർഷം നമ്മൾ പ്രതീക്ഷിച്ച അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ഈഴവ കാറ്റഗറിയിൽ അലോട്ട്മെന്റ് വന്ന കഴിഞ്ഞ വർഷത്തെ റാങ്കിനേക്കാൾ കുറച്ചും കൂടി റാങ്ക് കുറഞ്ഞിട്ടാണ് വരുന്നത് എന്നുള്ള കാര്യം കാണാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് പറയാം, കഴിഞ്ഞ വർഷം ഈഴവയ്ക്ക് 8000 അല്ലെങ്കിൽ ഒരു 1200 സീറ്റ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇത്തവണ അത് കറസ്പോണ്ടിങ് 1100 ആ സീറ്റ് പോയിട്ടുള്ളത്. അപ്പോൾ ഈഴവയിലെ കാറ്റഗറി മെമ്പേഴ്സിന്റെ അളവ് കൂടി, അതായത് കൂടുതൽ ആളുകൾ ഈഴവ കാറ്റഗറിയുടെ ഉള്ളിൽ ആളുകളുടെ എണ്ണം കൂടുതലും അതിനുള്ളിൽ കോമ്പറ്റീഷൻ കൂടുതലുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അതുപോലെ തന്നെ കൂടുതൽ ആളുകൾ ഒറ്റുനോക്കുന്ന ഒരു വിഭാഗമാണ് മുസ്ലിം. ഒരു വ്യത്യാസവും കാര്യമായിട്ട് വന്നിട്ടില്ല. 687, 677 ആയിട്ട് നിൽക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇത് മുസ്ലിമിന്റെ കോളമാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. 855 799 കഴിഞ്ഞ പ്രാവശ്യം പോയത്. അപ്പോൾ ഇതിനകത്ത് 50 റാങ്കിന്റെ വ്യത്യാസം ഇവിടെ കൂടുതൽ കാണുന്നുണ്ട്. 1000 ഉണ്ടായിരുന്ന 1012 +12 അതൊരു നെഗ്ലിജിബിൾ, ഭയങ്കര വലിയ വ്യത്യാസം നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. 248 266 എന്ന് പറഞ്ഞാൽ ഒരു +18 അങ്ങനത്തെ ഒരു വ്യത്യാസം അല്ലേ. അങ്ങനത്തെ ഒരു വ്യത്യാസം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി കാണാൻ വേണ്ടി പറ്റുന്നുള്ളൂ. 943 952 എന്ന് പറഞ്ഞാൽ പ്ലസ് എത്ര പറയാ 9 റാങ്കിന്റെ വ്യത്യാസം. അപ്പോൾ മുസ്ലിം കാറ്റഗറിയുടെ അഡ്മിഷൻസ് പോകുന്നത് 957 957 ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 482 പോയത് ഇവിടെ +40 വന്നിട്ടുണ്ട്. അപ്പോൾ മുസ്ലിം കാറ്റഗറിയുടെ മുസ്ലിം MU വിഭാഗത്തിലുള്ള ആളുകൾക്ക് എന്ത് പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റും? നമ്മളുടേത് കഴിഞ്ഞ വർഷത്തെ ഒരു കാറ്റഗറിയിൽ എങ്ങനെയാണോ മുന്നോട്ട് പോയത് അങ്ങനെ തന്നെയാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഈഴവക്കാർ കുറച്ച് പ്രതീക്ഷിക്കണം, മുസ്ലിം OBCക്കാർ എന്ത് ചെയ്യണം, കൂടുതൽ വിചാരിക്കണം എന്നുള്ളതാണ്. 892 910 +20ന്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ മുസ്ലിമിൽ ഭയങ്കര വ്യത്യാസം വന്നിട്ടില്ല എന്നുള്ളൊരു കാര്യം എന്ത് ചെയ്യണം, നമുക്ക് മനസ്സിലാക്കി എടുക്കണം എന്നുള്ളതാണ് കാര്യം. താഴേക്ക് നോക്കുകയാണെങ്കിലും ഇവിടെ തൃശ്ശൂർ, തിരുവനന്തപുരമാണ് ഈ പ്രദേശത്ത് വരുന്ന 2 കോളേജുകൾ. 512 ഇത്തവണ 566 ആയിട്ട് 540 +40ന്റെ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇവിടെ വന്നിട്ടുള്ളത് ഏകദേശം ഒരു +30ന്റെ വ്യത്യാസം തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. സോ OBC MU വിഭാഗത്തിൽ ഉള്ള ആളുകൾ എന്ത് ചെയ്യണം, നമ്മളുടേത് ഏകദേശം സെയിം അതേപോലെ തന്നെയാണ് വരിക എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാവണം. ഇപ്പോൾ OBC MU വിഭാഗത്തിലുള്ള ആളുകൾക്ക് കഴിഞ്ഞ വർഷത്തെ റാങ്ക് ലിസ്റ്റ് നോക്കിയിട്ട് ഏകദേശം അതുപോലെ, അതിനേക്കാൾ കുറച്ച് കൂടുതലുണ്ട് കേട്ടോ. ഒരു 10-20ന്റെ ഒക്കെ വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. വലിയ ജമ്പ് വിചാരിക്കരുത്. കഴിഞ്ഞ കൊല്ലം 1000 പോയിട്ടുണ്ടെങ്കിൽ ഇത്തവണ 1020 അല്ലെങ്കിൽ 1030 പോയിട്ടുണ്ടാവും. മാക്സിമം അത്രേ പോകുള്ളൂ. 1000 പോയിട്ടുണ്ടെങ്കിൽ 1200 പോകുന്നു നമ്മൾ എന്ത് ചെയ്യരുത്, പ്രതീക്ഷിക്കരുത് എന്നുള്ളത് നമുക്ക് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു തോട്ട് തരാൻ വേണ്ടിയിട്ടാണ്. അടുത്തത് എനിക്ക് ഞാനിങ്ങനെ ഇതിന്റെ ഈ ഡാറ്റ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള ഒരു വിഭാഗമാണ് LA വിഭാഗം. LA വിഭാഗം കഴിഞ്ഞ കൊല്ലം 1552 പോയപ്പോൾ ഇത്തവണ 2162 പോയിട്ടുണ്ട്. +500ന്റെ വ്യത്യാസം, 500 റാങ്ക് വരെ കൂടുതൽ LAയിൽ പോയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ LAയിൽ കോമ്പറ്റീഷൻ കുറവാണ്. ഇറ്റ് ഈസ് ലെസ് കോമ്പീറ്റന്റ് അല്ലെ, കോമ്പറ്റീഷൻ നമുക്ക് LAയിൽ എന്ത് ചെയ്യുന്നുണ്ട്, കുറയുന്നുണ്ട് എന്നുള്ള ഒരു ഫീലാണ് നമുക്ക് LA വിഭാഗത്തിൽ കിട്ടുന്നത്. നിങ്ങൾക്ക് ഈ ഒരു കോളേജിൽ നോക്കുകയാണെങ്കിൽ ഏത് കോളേജ് എന്നില്ല, 1656 1650 എന്ന് വിചാരിച്ചോ, ഇതിനകത്ത് വരുമ്പോൾ 2200 ആയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഏകദേശം ഇവിടെയും പ്ലസ് ഒരു 550ന്റെ വ്യത്യാസം കണ്ടുണ്ട്. അപ്പൊ എല്ലാ വിഭാഗക്കാർക്കും ഒരു 500 റാങ്ക് വരെ മുന്നോട്ട് കടന്നു പോയ പോലെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ ഇത് കാലിക്കറ്റാണ്. കാലിക്കറ്റിൽ ഏകദേശം സെയിം ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. ആക്ച്വലി പറഞ്ഞാൽ ഇവിടെ ഒരു -100 സംഭവിച്ചിട്ടുള്ളത് കാലിക്കറ്റില്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആയതുകൊണ്ട് കൂടുതൽ ആളുകൾ ഓപ്റ്റ് ചെയ്തിട്ടായിരിക്കാം. ഇവിടെ 737, ഇവിടെ 1200, ഇവിടെയും +500ന്റെ വ്യത്യാസം നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. LA വിഭാഗത്തില് 1669 1700 എന്ന് വിചാരിച്ചാൽ പോലും +600ന്റെ വ്യത്യാസം നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഒരു ഏകദേശ കണക്ക് നമുക്കൊരു അപ്രോക്സിമേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. 1800 അല്ലെങ്കിൽ 1900 വരുമ്പോൾ ഇവിടെ ഒരു 500ന്റെ വ്യത്യാസം നമുക്ക് ഈ ഒരു കാറ്റഗറിയിലും കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓരോ സ്ഥലത്ത് നോക്കി കഴിഞ്ഞ് കഴിയുമ്പോഴും ഇതുപോലെ ഒരു +500 600 500 to 600 റാങ്ക് എല്ലാ വിഭാഗത്തിൽ കൂടുതലായിട്ട് കിട്ടും. അപ്പൊ കഴിഞ്ഞ വർഷം കിട്ടുന്നതിനേക്കാൾ പ്ലസ് ഒരു 500 to 600 വരെയൊക്കെ ഉള്ള ആളുകൾക്ക് എല്ലാ വിഭാഗത്തിലുള്ള ആൾക്ക് കിട്ടാൻ സാധ്യത കൂടുതലാണ്. EZൽ കോമ്പറ്റീഷൻ കൂടി
മുസ്ലിമിന് ഏകദേശം സിമിലർ എന്ന് പറയുന്ന പോലെ എല്ലാ വിഭാഗത്തിൽ കുറച്ചും കൂടി ഒരു 500 കഴിഞ്ഞ വർഷത്തിനേക്കാളും കിട്ടാനുള്ള സാധ്യതകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു അനാലിസിസ്. ഇത് വർഷാവർഷം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരുന്ന കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് കൃത്യമായിട്ട് പറയാൻ വേണ്ടി പറ്റത്തില്ല. ഇതിൽ ഏതിലാണ് വരുന്നത്, എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതിന് കൃത്യമായിട്ട് പറയാൻ വേണ്ട. ഓരോ വിഭാഗത്തിൽ എത്ര ആളുകൾ ഉണ്ടായിരുന്നു, അവരിൽ എത്ര പേര് നല്ല സ്കോറിലേക്ക് എത്തിയിട്ടുണ്ടെന്നൊക്കെ അനുസരിച്ചിട്ട് മാറുന്ന കാര്യമാണ്. അപ്പൊ ഇത്തവണ നമുക്ക് പ്രതീക്ഷകൾ വെച്ച് പോകുമ്പോൾ എങ്ങനെയാണ് നോക്കുക എന്നുള്ളത്. ബാക്കി കാറ്റഗറീസും കൂടി നമുക്ക് ഇതുപോലെ നോക്കാം. ബി എച്ച് കാറ്റഗറിയിൽ MBBSന്റെ കാര്യം നമ്മൾ പരിഗണിക്കുന്ന നോക്കുന്ന സമയത്ത് കഴിഞ്ഞ വർഷം പോയത് 772 ആയിരുന്നു. ഇത്തവണ 1310 പോയിട്ടുണ്ട്. ഒരു ഏകദേശം പറയുകയാണെങ്കിൽ നമുക്കൊരു 500ന്റെ വ്യത്യാസമൊക്കെ നമുക്ക് BHലും കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. 1142 1132 പ്ലസ് 300ന്റെ വ്യത്യാസമാണ് ഈ ഒരു കോളേജിൽ നമ്മൾ BH കാറ്റഗറിയിൽ വന്നിട്ടുള്ളത്. അടുത്തത് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും 2225, അതായത് ഇത് കുറവ്. ഇത് കാലിക്കറ്റാണ്. കാലിക്കറ്റിൽ ഈ പറഞ്ഞ പോലെ ആ ഒരു കോളേജിന്റെ പ്രത്യേകതയിലാണ് അവിടെ കോമ്പറ്റീഷൻ കൂടുതൽ വന്നിട്ടുള്ളത്. 352 525 മാറിയിട്ടുണ്ട്. ഏകദേശം ഒരു 180ന്റെ അടുത്ത് വ്യത്യാസം നമുക്ക് അവിടെ കൂടി വന്നിട്ടുണ്ട്. 1267 1020, ഇവിടെ 200ന്റെ വ്യത്യാസം നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. 200 കൂടിയിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കഴിഞ്ഞ വർഷത്തിനേക്കാളും BHൽ കഴിഞ്ഞ വർഷത്തിനേക്കാളും അല്പം കോമ്പറ്റീഷൻ കുറവാണ് എന്നുള്ളതാണ്. 883 1300ലേക്ക് ഇവിടെ ഒരു ഏകദേശം വന്നത് ഒരു 400ന്റെ വ്യത്യാസം ഇവിടെ വന്നിട്ടുണ്ട്. 573 വന്നത് 873, ഇവിടെ ഒരു 300ന്റെ വ്യത്യാസം, 300 റാങ്ക് കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. ഇവിടെയും അതുപോലെ തന്നെ ഒരു 250 റാങ്കിന്റെ അടുത്ത് കൂടുതലായിട്ടാണ് വന്നിട്ടുള്ളത്. സോ ഇത് നമുക്ക് ഓരോന്ന് കാണുന്ന സമയത്തും ഇത് കുറച്ച് കോമ്പറ്റീഷൻ കൂടിയിട്ടുണ്ട്. ചിലതിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് പൊതുവിൽ പറയാൻ വേണ്ടി പറ്റും BH കാറ്റഗറിയിൽ ഒരു +200ന്റെ ഒക്കെ വ്യത്യാസങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റും. അത് ജനറലാണ്. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഡ്രോയിങ് ഉണ്ടാക്കാട്ടോ. ഇതിപ്പോ സാറ് കണക്ക് കൂട്ടി ഇപ്പം കൃത്യമായിട്ട് നമ്പർ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ക് കൂട്ടിയില്ല, അങ്ങനെയൊന്നുമില്ല. ഇതൊരു ജനറലി നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നതാണ്. BHന്റെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 200 റാങ്ക് വരെ കൂടുതൽ കിട്ടാനുള്ള സാധ്യതയിലാണ് വരുന്നുണ്ടാവുക. അതുപോലെ തന്നെ ചോദിക്കുന്ന ഒരു സാധനമാണ് DV കാറ്റഗറി. എല്ലാ കാറ്റഗറിയും പറയുന്നുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞ ശേഷം VK, BX, KN, KU, SC, ST, EW, നമുക്ക് എല്ലാ കാറ്റഗറീസും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ ഒരു വീഡിയോ തന്നെ നമുക്ക് വിശകലനം ചെയ്യാൻ വേണ്ടി പറ്റും. ലോങ് വീഡിയോ ആണ്. നിങ്ങളുടെ കാറ്റഗറിയിലേക്ക് പോവാം. ഞാൻ എന്ത് ചെയ്യാം, ഇതിന് പറ്റുകയാണെങ്കിൽ ടൈം സ്റ്റാമ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ കാറ്റഗറിയിലേക്ക് നിങ്ങൾക്ക് നേരിട്ട് ജമ്പ് ചെയ്തിട്ട് പോകാനുള്ള ഒരു അവസരം നമുക്ക് എന്ത് ചെയ്തെടുക്കാം, ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നുള്ളതാണ്. അടുത്തത് ഏറ്റവും പ്രധാനമായിട്ട് നമുക്കുള്ളത് ധീവര കാറ്റഗറിയാണ്. DV കാറ്റഗറിയിൽ നോക്കുമ്പോൾ കഴിഞ്ഞ വർഷം 5206 പോയത്. ഇവിടെ 5145. ഇത് മൈനസിലാണ് പോയത്. ഏകദേശം -50ലാണ്. അതായത് കുറച്ച് കോമ്പറ്റീഷൻ കൂടിയത് പോലെയാണ് തോന്നുന്നത്. കഴിഞ്ഞ കൊല്ലം 6000 പോയിരുന്നു. ഇത്തവണ 5500, -500 അവിടെ വന്നിട്ടുള്ളത്. 6400 പോയിരുന്നു. ഇവിടെ എത്തിയപ്പോൾ 6900 ആയിട്ടുണ്ട്. +500ന്റെ അടുത്ത്, അല്ലെങ്കിൽ പ്ലസ് ഒരു 400ന്റെ വ്യത്യാസം നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇവിടെ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നോക്കുമ്പോൾ 1823 പോയ കോളേജിൽ ഇത്തവണ വന്നത് 3300 വന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 1800 3300 ഏകദേശം 1500 റാങ്കിന്റെ വ്യത്യാസത്തിൽ അവിടെ വരുന്നുണ്ട്. ഇതൊരു സ്റ്റാറ്റിസ്റ്റിക്കലാണ്. ഇതൊക്കെ നോർമലൈസ് ചെയ്തെടുക്കേണ്ട വാല്യൂസ് ആണ്. നമുക്ക് 5306 പോയിരുന്ന കോളേജിൽ ഇത്തവണ ഫസ്റ്റ് അലോട്ട്മെന്റിൽ തന്നെ 6300 പ്ലസ് 1000ന്റെ വ്യത്യാസം അവിടെ വന്നിട്ടുണ്ട്. 6300 പോയിരുന്ന കോളേജുകൾ കുറച്ച് താഴേക്ക് വന്നിട്ട് ഇതൊരു മിക്സഡ് ആയിട്ടുള്ള ഒരു സാധനം അല്ലേ. 5600 എന്ന് പറയുമ്പോൾ ഏകദേശം അത് നമുക്ക് മനസ്സിലാവും. ഇവിടെ ഒരു ഏകദേശം ഒരു 700ന്റെ വ്യത്യാസമൊക്കെ, ഒരു -700ന്റെ വ്യത്യാസമാണ്. കുറച്ച് കോമ്പറ്റീഷൻ കൂടാണ് അവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു എന്താ പറയുക, ഒരു മിക്സഡ് സാധനത്തിൽ ധീവരയിലുള്ള ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലക്ച്വേഷൻസ് ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്ന പോലെ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഇത് ഏകദേശം സെയിം ആണ്. -100 ഇവിടെ വന്നിട്ടുള്ളത്. ഇത് ഏകദേശം -200 വന്നിട്ടുള്ളത്. അപ്പോൾ ചില കോളേജുകളിൽ ഈ ഒരു കോളേജിലേക്ക് നോക്കുന്ന സമയത്ത് ഇത് ഏത് കോളേജാണെന്നുള്ള നിങ്ങൾക്ക് ഈ ഡോക്യുമെന്റ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് കേട്ടോ. പത്തനംതിട്ടയിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നതിനേക്കാൾ എത്രയാണ് വന്നിട്ടുള്ളത്, 6500 ആയിരുന്നു. ഒരു പ്ലസ് എത്ര വന്നിട്ടുണ്ട്, ഒരു 200ന്റെ അടുത്തേക്ക് വ്യത്യാസങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ധീവര കാറ്റഗറിയിലുള്ള ആളുകൾ അവരുടേത് കൃത്യമായിട്ട് പ്രത്യേകിച്ച് ഒരു ട്രെൻഡ് ഫോളോ ചെയ്തിട്ട് പോകുന്ന പോലെ ചില സ്ഥലത്ത് കൂടിയും ചില സ്ഥലത്ത് കുറഞ്ഞിട്ടും ഉള്ളത്. ഇവിടെ കുറഞ്ഞിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും അല്ലേ. ഏകദേശം 200ന്റെ കറക്റ്റ് 200ന്റെ വ്യത്യാസമാണുള്ളത്. ഇവിടെ നോക്കുന്ന സമയത്ത് തിരുവനന്തപുരത്ത് നോക്കുമ്പോൾ 3200 4000 പ്ലസ് 800 ആയിട്ടുണ്ട്. അപ്പോൾ ധീവര കാറ്റഗറിയിലുള്ള ആളുകൾക്ക് എന്തുണ്ട്, അതിനൊരു എന്താ പറയുക, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന പോലെയാണ് ധീവരേന്റെ സാധനങ്ങൾ നമുക്ക് എന്ത് ചെയ്തത് കിടക്കുന്നുണ്ടാവാം. കുറേ അധികം ആളുകൾ പിന്നീട് കോമ്പീറ്റ് ചെയ്യുന്ന മറ്റൊരു വിഭാഗമാണ് VK കാറ്റഗറിയിൽ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഏകദേശം അതേപോലെ തന്നെ ഒരേപോലെയാണ് മുന്നോട്ട് പോകുന്നത്. വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. 1041 കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു, 1069 1057 1096 എന്ന് പറഞ്ഞാൽ പ്ലസ് ഒരു 40 റാങ്കിന്റെ വ്യത്യാസം, ഇവിടെ പ്ലസ് 20 റാങ്കിന്റെ വ്യത്യാസം. 1655 2200 ഇതൊരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. പ്ലസ് ഒരു 450ന്റെ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. കുറച്ച് കോമ്പറ്റീഷൻ ലെസ് ആണെന്ന് പറയാം. 457 500 എന്ന് പറഞ്ഞാൽ പ്ലസ് 40ന്റെ വ്യത്യാസമാണ് നമുക്ക് അവിടെ ഏകദേശം വന്നിട്ടുണ്ടാവുക. 1150 1112 എന്ന് പറഞ്ഞാൽ ഇത് ഏകദേശം സെയിം ആയിട്ട് തന്നെ എടുക്കാം കേട്ടോ. ഈക്വൽ ആയിട്ട് 1150 എന്ന് പറഞ്ഞാൽ -40 അവിടെ വന്നത്.
1461 1367 -100ന്റെ വ്യത്യാസം വന്നിട്ടുണ്ട്. 775 648 ഇതും മൈനസിലാണ് പോകുന്നത്, -80ലാണ് പോകുന്നത്. 1389 ഉണ്ടായിരുന്നത് 1225 മാറിയിട്ടുണ്ട് ഒരു കോളേജില്. അപ്പോ അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് മൈനസിലാണ് പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുക. ഏകദേശം -160ന്റെ അടുത്ത് ഒരു വ്യത്യാസം അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് 2000 ഇതിവിടെ +500 ഇവിടെ കയറി വന്നിട്ടുണ്ട്. സോ നമുക്ക് ഈ VK കാറ്റഗറി VK കാറ്റഗറി ഇതുണ്ട് 943 തൃശ്ശൂരാണിത്. 943 പണ്ട് 908 ഫസ്റ്റ് അലോട്ട്മെന്റ് പോയത്. 943 മുന്നോട്ട് വന്നിട്ടുണ്ട്. 943 മുന്നോട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 30ന്റെ വ്യത്യാസമൊക്കെയാണ് നമുക്ക് അവിടെ മൊത്തത്തിൽ വന്നിട്ടുള്ളത്. 724 ആയിരുന്നു തിരുവനന്തപുരമാണ് 625 കുറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ -120ന്റെ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ വിശ്വകർമ്മ വിഭാഗത്തിൽ ഏറെക്കുറെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ വിശ്വകർമ്മ വിഭാഗത്തിന്റെ റാങ്കും സ്കോറും സാധനങ്ങളൊക്കെ ഏറെക്കുറെ അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം എങ്ങനെയാണോ ഉണ്ടായിരുന്നത് ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. ചെറിയ നേരിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതിനകത്തുനിന്ന് വലിയ വ്യത്യാസങ്ങൾ പ്രതീക്ഷിക്കേണ്ട. നമ്മൾ ഇതിന് മുന്നേ പറഞ്ഞിരുന്നു വ്യത്യാസങ്ങൾ പ്രതീക്ഷിക്കാൻ പറ്റുന്ന കമ്മ്യൂണിറ്റികൾ നമ്മൾ പറഞ്ഞിരുന്നു. ഇനി വലിയ വ്യത്യാസം ഉണ്ടാവാൻ വേണ്ടി പോകുന്ന മറ്റൊരു കമ്മ്യൂണിറ്റിയാണ് BX ബാക്ക്വേർഡ് ക്രിസ്ത്യൻ എന്ന് പറയുന്ന നമ്മളുടെ ഈ സാധനം. ബാക്ക്വേർഡ് ക്രിസ്ത്യനിൽ കഴിഞ്ഞ വർഷം 1039 പോയിരുന്നപ്പം ഇത്തവണ 1341 പോയിട്ടുണ്ട്. +300ന്റെ വ്യത്യാസമാണ് അവിടെ BX വന്നിട്ടുള്ളത്. 1204 1700 ആയിട്ടുണ്ട്. +500ന്റെ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി കോമ്പറ്റീഷൻ കുറയുന്നതായിട്ട് 1300 പോയിരുന്നിടത്ത് 1600 പോയി +300ന്റെ വ്യത്യാസമാണ് കാണുന്നത്. ജനറലി എല്ലായിടത്തും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. 658 ഉണ്ടായിരുന്നത് ഇങ്ങോട്ട് വന്ന് +350ന്റെ വ്യത്യാസത്തിലേക്കാണ് ഈ കോളേജിൽ പോയിട്ടുള്ളത്. ഇവിടെ നോക്കുന്ന സമയത്ത് 1517 2251 ഏകദേശം +700ന്റെ അടുത്ത് വ്യത്യാസമാണ് ഇവിടെ വന്നിട്ടുള്ളത്. 855 ഇങ്ങോട്ട് വന്നപ്പോൾ +300ന്റെ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്ക്വേർഡ് ക്രിസ്ത്യനിലുള്ള ആൾക്കാർക്ക് ഇത് 1300 നിന്ന് ഇങ്ങോട്ട് അപ്പോൾ ഏകദേശം +900ന്റെ അടുത്ത് വ്യത്യാസം നമുക്ക് ഈ കോളേജിൽ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ മാത്രം ഇത് ഏതായിരുന്നു കോളേജ്? ഇത് എനിക്ക് തോന്നുന്നത് കോന്നിയാണ്. റീജിയണൽ ഡിഫറൻസുകൾ ആയിരിക്കാം പ്രതീക്ഷിക്കുന്നുണ്ടാവുക. കോന്നിയിൽ മാത്രമാണ് BXൽ എന്ത് വന്നിട്ടുള്ളത് കുറച്ച് കോമ്പറ്റീഷൻ വന്നിട്ടുള്ളത്. കഴിഞ്ഞ 2800 പോയപ്പോൾ ഇത്തവണ 2300 കോന്നിയിൽ പോയിട്ടുള്ളൂ എന്നുള്ളതാണ്. കുറച്ചുകൂടി കുട്ടികൾ കോന്നി പ്രിഫർ ചെയ്ത പോലെയാണുള്ളത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും തൃശ്ശൂർ ഏകദേശം സെയിം ആണ്. ആൻഡ് ഇവിടെ ഈവൻ തിരുവനന്തപുരത്ത് പ്ലസ് ഒരു 300ന്റെ ചേഞ്ച് നമുക്ക് BXൽ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ BX കാറ്റഗറിനെ പറ്റി നമുക്ക് പറയാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ BXലെ കോമ്പറ്റീഷൻ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പറയാൻ വേണ്ടി പറ്റുക. ഓരോ ആളുകൾക്കും നമുക്കൊരു 300 റാങ്കിന്റെ ഒക്കെ വ്യത്യാസം 300 400 റാങ്കിന്റെ ഒക്കെ വ്യത്യാസം കൂടുതലായിട്ട് കഴിഞ്ഞ വർഷം 1600 പോയതാണെങ്കിൽ ഇത്തവണ 2000 പോകാനുള്ള ഒരു സാധ്യത അങ്ങനത്തെ ഒരു രൂപത്തിൽ നമുക്ക് BXന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും നോക്കി കാണാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് അവിടെ പറയാനുള്ള ഒരു കാര്യം. അടുത്തത് KN കാറ്റഗറിയിലും ഈ പറഞ്ഞ പോലെ തന്നെ വലിയ ജമ്പ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. 6700 കഴിഞ്ഞ പ്രാവശ്യം പോയെങ്കിൽ ഇത്തവണ 7200 പോയിട്ടുള്ളത്. പ്ലസ് എക്സാക്ട്ലി 500 റാങ്കിന്റെ കൂടുതലായിട്ടാണ് KN കാണാൻ വേണ്ടി പറ്റുന്നത്. ഇവിടെ 6600 പോയത് 8800 പോയിട്ടുണ്ട്. നമുക്കിവിടെ 1200 റാങ്ക് KN കൂടുതലായിട്ട് വന്ന് കാണാൻ വേണ്ടി പറ്റും. 7700 9800 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 2000 റാങ്കിന്റെ വ്യത്യാസം നമുക്ക് KN ഇവിടെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി പറ്റും. 4300 ഇത് കോഴിക്കോട് മെഡിക്കൽ കോളേജാണ് ബേസിക്കലി ദാറ്റ് ഈസ് ഇറ്റ്. അവിടെ വരുമ്പോൾ കോമ്പറ്റീഷൻ കൂടുതലാണ്. അവിടെ കൂടുതൽ ആൾക്കാർ ഓപ്റ്റ് ചെയ്യുന്നു എന്ന് മാത്രമേ വിചാരിക്കുന്നുള്ളൂ. പക്ഷേ കാറ്റഗറി വൈസ് KN ഇതുപോലെ ഒരു 1000ന്റെ 500ന്റെ ഒക്കെ വ്യത്യാസം കാണുന്നുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് നമുക്ക് മനസ്സിലാവുന്നത് 1500 റാങ്ക് ഇത്തവണ കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും 1500 റാങ്ക് കൂടുതലുള്ള ഒരാൾക്കാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ 5300 നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ +700ന്റെ വ്യത്യാസം വന്നിട്ടുണ്ട് KN. അപ്പോൾ KN കോമ്പറ്റീഷൻ കുറച്ച് കുറവാണെന്നാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഏകദേശം 1900 റാങ്കിന്റെ വ്യത്യാസം നമുക്ക് ഇതിനകത്ത് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു +1200ന്റെ വ്യത്യാസം നമുക്ക് കാണാൻ വേണ്ടി വരുന്നുണ്ട്. കോന്നിയിലാണ് അത് വരുന്നത് ലാസ്റ്റ് ആ പേജിലെ. ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കഴിഞ്ഞ വർഷം 5901 ആയിരുന്നെങ്കിൽ ഇത്തവണ 7400 പ്ലസ് 2500ന്റെ വ്യത്യാസമാണ് KNൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് കാണുന്നത്. 4900 നിന്ന് ഇങ്ങോട്ട് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് മനസ്സിലാവുന്നത് ഒരു 600 700 റാങ്കിന്റെ വ്യത്യാസം നമുക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അടക്കമുണ്ട്. അപ്പോൾ KN വിഭാഗത്തിലുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങളുടെ കോമ്പറ്റീഷൻ വളരെ കുറഞ്ഞിട്ടുണ്ട്. ഒരു +600 മുതൽ ഒരു 1500 വരെയൊക്കെ റാങ്കിന്റെ വ്യത്യാസം KN വിഭാഗത്തിലുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാനുണ്ട് അലോട്ട്മെന്റ് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടാനുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. അപ്പോൾ ഇത് വെച്ചിട്ട് വെക്കുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ നമ്മുടെ പ്രതീക്ഷകൾ നമ്മളുടെ കാര്യങ്ങൾ കുറച്ചും കൂടി ഇപ്പോൾ നമ്മൾ വിചാരിച്ച കോളേജിനേക്കാൾ കഴിഞ്ഞ വർഷത്തെ വിചാരിച്ച കോളേജിനേക്കാൾ ഒരു 1000 റാങ്ക് കൂടി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ എന്താവും എന്നുള്ളൊരു കാര്യം നമുക്ക് കേരള റാങ്ക് വെച്ചിട്ടുണ്ട്. ഇനി ഒരു കാര്യം പറയാനുള്ളത് ഞാനിപ്പോൾ ഈ ടേബിളിൽ കാണിക്കുന്ന എല്ലാ റാങ്കുകളും സ്റ്റേറ്റ് മെറിറ്റ് റാങ്കുകളാണ്. ഒന്നും കാറ്റഗറി റാങ്കുകളല്ല എന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് ഓർക്കുക. ഈ ടേബിളിൽ കാണുന്ന എല്ലാ സാധനങ്ങളും എന്താണ് സ്റ്റേറ്റ് മെറിറ്റ് റാങ്കുകളായിട്ടാണ്. KU കാറ്റഗറി 2-3 കാറ്റഗറികൾ കൂടിയാണ് നമുക്ക് പ്രധാനമായിട്ടും ഇതാക്കാനുള്ളത്. KU കാറ്റഗറിയിൽ 9639 ആയിരുന്നത്
11,000-ത്തിലായിട്ട് മാറിയിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 1,500 ഇവിടെയും 1,500 റാങ്ക് റിലാക്സേഷനാണ് വന്നിട്ടുള്ളത്. ഇവിടെ വന്നിട്ടുള്ളത്. നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. 10,000-ത്തിലുണ്ടായിരുന്നു 12,000-ത്തിലായി. 2000 റാങ്കിന്റെ റിലാക്സേഷനാണ് വന്നിട്ടുള്ളത്. ഇവിടെ 12,900 ഉണ്ടായിരുന്നത് 1,400. ഇവിടെ ഒരു 1,500ന്റെ വ്യത്യാസം ഏകദേശം വന്നിട്ടുണ്ട് ഇവിടെ വരുമ്പം. ഇനി ഇവിടെ നോക്കുമ്പം 6,800 ഉണ്ടായിരുന്നത് 10,000-ത്തിലേക്ക് പോയി. 6,800-ന്ന് 16-ലേക്ക് ഏകദേശം 3,000 റാങ്കിന്റെ മേളിൽ വ്യത്യാസം. 3,000, 3,500 റാങ്കിന്റെ വ്യത്യാസം വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ഇവിടെ നോക്കുമ്പോൾ 9,500 ഉണ്ടായിരുന്നത് 9,500 ഉണ്ടായിരുന്നത് 11,000-ത്തിലേക്ക് പോയിട്ടുണ്ട്. പ്ലസ് 1,500 റാങ്കിന്റെ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇത് ഏകദേശം സെയിം ആയിട്ട് തന്നെ കിടക്കുന്ന നമ്പേഴ്സ് ആണ്. ഇവിടെയും ഏകദേശം ഒരു 300 റാങ്കിന്റെ വ്യത്യാസമൊക്കെയാണ് ഇവിടെ നമുക്ക് കോന്നിയിൽ കാണാൻ വേണ്ടി കഴിയുന്നുണ്ടാവുക KU കാറ്റഗറി. ഇതുപോലെ തന്നെ KUവിൽ തൃശ്ശൂർ നോക്കുകയാണെങ്കിൽ തൃശ്ശൂരിൽ എന്തുകൊണ്ടോ അവിടെ ഒരു 1000 റാങ്ക് കുറയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് 500 റാങ്ക് കൂടുതലായിട്ടാണ് വരുന്നുണ്ടാവുക. സോ KUവിനെ പറ്റിയിട്ട് നമുക്ക് പറയാനുണ്ടെങ്കിൽ അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അല്ലേ? സോറി, സ്ക്രീൻ ട്രാൻസിഷൻ ഞാൻ ഓഫ് ചെയ്യാൻ വിട്ടുപോയതാണ്. വെരി സോറി. ബട്ട് KUവിനെ പറ്റി നമുക്ക് ജനറലി പറയാനാണെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഒരു 1000 മുതൽ പ്ലസ് 1000 മുതൽ 2,000, 2,500 വരെയൊക്കെ വ്യത്യാസങ്ങൾ KUവിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ KUവിലുള്ള ആളുകൾക്ക് കൂടുതൽ പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റും. അവിടെ കോമ്പറ്റീഷൻ ആ ഒരു കാറ്റഗറിയിൽ കോമ്പറ്റീഷൻ കുറഞ്ഞതായിട്ടാണ് തോന്നുക. പിന്നെ ഒട്ടനവധി ആളുകളുള്ള മറ്റു വിഭാഗമാണ് SC കാറ്റഗറി. SC കാറ്റഗറിയിൽ ഒരുപാട് ആളുകൾ പ്രതീക്ഷയോടെ നോക്കുന്നുണ്ട്. ഇത്തവണ ജനറലി പറയുകയാണെങ്കിൽ SCന്റെ കോമ്പറ്റീഷൻ കുറച്ച് കുറഞ്ഞതായിട്ടാണ് മനസ്സിലാവുന്നത്. 8,500-ൽ പോയിരുന്ന കഴിഞ്ഞ വർഷത്തെ സീറ്റ് ഇത്തവണ 9,300-ലാണ് പോയിട്ടുള്ളത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് മനസ്സിലാവും ഒരു 800 റാങ്ക് കൂടുതലാണ് SCയിൽ ജനറൽ അവിടെ പോയിട്ടത്. ആലപ്പുഴയാണ് 800 റാങ്ക് കൂടുതൽ പോയിട്ടുണ്ട്. അപ്പോൾ അതുവരെയുള്ള ഒരു വേരിയേഷൻ നമുക്ക് ഫൈനലി ഉണ്ടാവുമോ എന്നുള്ളൊരു കാര്യം നമുക്ക് നോക്കാൻ വേണ്ടി പറ്റും. സെക്കൻഡും കൂടി വന്നു കഴിയുമ്പോൾ നമുക്കിത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഇനി 8,800-ൽ പോയത് 9,800-ലേക്ക് മാറി 1000 റാങ്കിന്റെ വ്യത്യാസം വന്നിട്ടുണ്ട്. SCയിലെ കോമ്പറ്റീഷൻ കുറച്ച് കുറഞ്ഞതുപോലെയാണ്. ഇത് ഡെഫിനറ്റ്ലി എനിക്ക് തോന്നുന്നത് ഇത് കോഴിക്കോടായിരിക്കും ഉണ്ടാവുക. ഈ മൂന്നാമത്തെ കോളേജ് ഇടുക്കിയാണ്. ഇടുക്കിയിൽ ആക്ച്വലി കുറച്ച് SCയിലെ കോമ്പറ്റീഷൻ എന്താ പറയുക കൂടിയ പോലെയാണ്. കഴിഞ്ഞ പ്രാവശ്യം 12,000 പോയത് ഇത്തവണ 11,000-ത്തിലേ പോയിട്ടുള്ളൂ. ഓരോ തവണയും വ്യത്യാസം ഉണ്ടാവാറുണ്ട്. ഇവിടെ 4,800-ൽ പോയ സീറ്റ് 6,400-ലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 1,400 റാങ്കിന്റെ ഈസിനെസ് എളുപ്പമാവുകയാണ് ചെയ്തത്. 1,400ഓളം റാങ്ക് എന്ത് ചെയ്യാണ് എളുപ്പമാവുകയാണ് നമുക്ക് അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അടുത്ത നോക്കുമ്പോൾ എന്ന് വെച്ചാൽ 9,500 ഉണ്ടായിരുന്നത് 10,000-ത്തിലേക്ക് മാറിയിട്ടുണ്ട്. 10,400-ലേക്ക് മാറിയിട്ടുണ്ട്. ഏകദേശം 900 റാങ്കിന്റെ വ്യത്യാസമാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ 9,200 ഉണ്ടായിരുന്നത് 10,300-ലേക്ക് പോയി. പ്ലസ് 1,100-ന്റെ വ്യത്യാസത്തിലേക്ക് ആ സാധനം മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയാനുള്ള ഒരു കാര്യം. പിന്നീട് അടുത്ത സ്ഥാനത്തിനകത്ത് 7,100-ല് 7,200 എന്ന് വിചാരിക്കുക, അത് 8,200-ലേക്ക് പ്ലസ് 1000 റാങ്കിന്റെ വ്യത്യാസത്തിൽ പോയിട്ടുണ്ട്. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ കേട്ടോ. അപ്പോൾ ഈ 1000 റാങ്കിന്റെ വ്യത്യാസം വരെയൊക്കെ നമുക്ക് കിട്ടുമെന്നല്ല. അപ്പോൾ അടുത്ത റൗണ്ട് ഓപ്ഷൻ വെക്കുന്ന സമയത്ത് എല്ലാവരും എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഗവൺമെന്റ് സീറ്റുകൾ നിങ്ങളുടെ മേളിലുള്ള ഓപ്ഷൻസ് അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ബാക്കി ഓപ്ഷൻസുകൾ നോക്കേണ്ടത് എന്നുള്ളതാണ് പറയാനുള്ള ഒരു കാര്യം. ഇനി അതിന്റെ SCയുടെ തന്നെ കണ്ടിന്യൂഷൻ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം 9,761 പോയതെടുത്ത് 10,316 പോയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഏകദേശം 600 റാങ്കിന്റെ വ്യത്യാസമാണ് ഈ കോളേജിൽ വന്നിട്ടുള്ളത്. 12 ഉണ്ടായിരുന്നത് 10ആയി. ഇവിടെ ഒരു കോമ്പറ്റീഷൻ കൂടുന്ന ഒരു സ്ഥലം കാണുന്നുണ്ട്. പക്ഷെ ജനറൽ ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SCയിലെ കോമ്പറ്റീഷൻ കുറച്ച് കുറയുന്നതായിട്ടാണ്. നിയർ ബൈ 1000, 800, 700 എന്നുള്ള നമ്പറിൽ SCയുടെ കോമ്പറ്റീഷൻ കുറച്ച് കുറയുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ വേണ്ടത്. 11,977 ആയിരുന്നു. അത് 11,568ആയി. അവിടെയും കോമ്പറ്റീഷൻ കൂടുകയാണ് ചെയ്തത്. അത് കോന്നിയിലാണ് കേട്ടോ. പൊതുവിൽ പറഞ്ഞു കഴിഞ്ഞാൽ കോന്നിയിൽ കുറച്ച് ഇത്തവണ കുറച്ച് കഴിഞ്ഞ വർഷം വന്ന കുട്ടികളെക്കാൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള കുട്ടികൾ കോന്നിനെ ഓപ്റ്റ് ചെയ്ത പോലത്തെ ഒരു ഫീൽ നമുക്ക് കാണുന്നുണ്ട് എല്ലാ കാറ്റഗറിയിലും. 7,700 8,500 മാറി. അതായത് പ്ലസ് 700-ന്റെ വ്യത്യാസമാണ് ഏകദേശം അവിടെ വന്നിട്ടുള്ളത്. 6,079 7,500 മാറി. അത് പ്ലസ് 1,500-ന്റെ വ്യത്യാസമാണ്. ഇത് 1,500-ന്റെ വ്യത്യാസം ഉണ്ടായത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ SCയിൽ ജനറലി കുറച്ചും കൂടി ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കോമ്പറ്റീഷൻ കുറയുന്ന ട്രെൻഡാണ് SCയിൽ കാണുന്നുണ്ടാവുക. അപ്പോൾ SC വിഭാഗക്കാർക്ക് കുറച്ചും കൂടി കൂടുതൽ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ള ഒരു കാര്യം ഉണ്ടാവുക. ഇനി ST വിഭാഗത്തിൽ ഞാൻ ഒബ്സർവ് ചെയ്ത ഒരു ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുറച്ചും കൂടി കോമ്പറ്റീഷൻ കൂടുന്നതായിട്ടാണ് പൊതുവേ തോന്നിയിട്ടുള്ളത്. വലിയ ഒരു കൂടുതലല്ല. ഇവിടെ നമുക്ക് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ കൊല്ലം 19,832 പോയെടുത്ത് ഇത്തവണ 18,500 ഇതാണ് പോയിട്ടുള്ളത്. ഏകദേശം -700 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പറ്റീഷൻ കുറച്ച് കൂടുതലായിട്ടാണ്. 14,910 ഇവിടെ നോക്കുന്ന സമയത്ത് ഏകദേശം 4,000-ന്റെ വർധന ഇവിടെ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് മൊത്തത്തിൽ നോക്കാം എന്താ സംഭവിക്കാന്ന്. ഇവിടെ 20 പോയിരുന്ന സ്ഥലത്ത് 20,413 ഇവിടെ ഒരു 1000 റാങ്കിന്റെ പ്ലസ് 1000-ന്റെ വ്യത്യാസമാണ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവുക. 16,000 പോയിരുന്ന സ്ഥലത്ത് 15,000-ലേക്ക് ഒതുങ്ങി എന്നാണ് പറയാനുള്ളത്. ഒരു ഏകദേശം നമുക്ക് ഇവിടെ കണ്ടാൽ മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു -800-ന്റെ വ്യത്യാസം നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. ST മോർ ഓർ ലെസ് അതേ റേഞ്ച് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ പറയാം. 19,419 പോയിരുന്ന സ്ഥലത്ത് 18,800 ആയിട്ട് -1,200-ലേക്ക് കുറച്ച്
ലേശം കോമ്പറ്റീഷൻ കൂടി, പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു വ്യത്യാസം. 20 പോയിരുന്നിടത്ത് 16 മൈനസ് ഒരു 3500 എന്നൊക്കെ പറയുന്ന രൂപത്തിലേക്ക് അവിടെ കൂടിയിട്ടുണ്ട്. കോമ്പറ്റീഷൻ കൂടുന്ന പോലെയാണ്. 18 395 ഉണ്ടായിരുന്നിടത്ത് 18 പ്ലസ് 200ന്റെ വ്യത്യാസം. ഇപ്പോൾ എസ്.ടി വിഭാഗത്തിൽ ഏകദേശം അതേപോലെ തന്നെയാണ് പോകുന്നത്. 20 297 പോയത് 19 500 ആയിട്ട് മാറിയിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എത്ര റാങ്കിന്റെ വ്യത്യാസമായിരുന്നു വരുന്നതെന്ന് വെച്ചാൽ മൈനസ് ഒരു 700ന്റെ വ്യത്യാസം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കോമ്പറ്റീഷൻ കൂടാണ് എസ്.ടിയിൽ ചെയ്തിട്ടുള്ളത്. 21 363 പോയൊരു സ്ഥലത്ത് 23 21 570 ഇവിടെ ഒരു പ്ലസ് 200ന്റെ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ എസ്.ടി മോർ ഓർ ലെസ് സിമിലർ ആൻഡ് ഇറ്റ് വിൽ ബി ഹാവിങ് കുറച്ച് ഹൈ കോമ്പറ്റീഷൻ. ഇവിടെ 21 179 ആണ്. ഇവിടെ ഒരു മൈനസ് 700ന്റെ വ്യത്യാസമാണ് കാണുന്നുണ്ടാവുക. അപ്പോൾ എസ്.ടി വിഭാഗത്തിന് കഴിഞ്ഞ കൊല്ലത്തെ പോലെ തന്നെ എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ കുറച്ചും കൂടി കോമ്പറ്റീഷൻ കൂടിയ പോലെയാണ് നമുക്ക് കാണുന്നത്. ഇവിടെ 19 പോയിരുന്ന സ്ഥലത്ത് തൃശ്ശൂരാണ് 15 പോയിട്ടുള്ളൂ എന്നുള്ളൊരു കാര്യം നോക്കുക. ഏകദേശം ഒരു 3500ന്റെ കുറവാണ് എസ്.ടിയിൽ തൃശ്ശൂരിൽ വന്നിട്ടുള്ളത്. 18 700 പോയിരുന്നത് 16 900 എന്നാണ് പറയുക. ഒരു മൈനസ് 1800ന്റെ വ്യത്യാസം തിരുവനന്തപുരത്ത് വന്നിട്ടുള്ളത്. അപ്പൊ എസ്.ടി വിഭാഗക്കാരോട് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ നിങ്ങൾക്ക് കഴിഞ്ഞ കൊല്ലം കിട്ടിയ ഏകദേശം അതേ സാധനം തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ എന്നുള്ളതാണ്. ഇനി കഴിഞ്ഞ കൊല്ലം ഒരുപാട് ആളുകൾക്ക് കൂടുതലായിട്ട് സീറ്റ് കിട്ടിയിട്ടുള്ള വിഭാഗമാണ് ഇ.ഡബ്ല്യു കാറ്റഗറി, ഇ.ഡബ്ല്യു.എസ് എന്ന് പറയുന്ന സാധനം. ഇ.ഡബ്ല്യു.എസിന്റെ ഇത്തവണത്തെ സ്ഥിതി എന്താണെന്നുള്ള കാര്യം നോക്കാം. ജനറലി എനിക്ക് ഈ ഡാറ്റ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇ.ഡബ്ല്യു.എസിൽ കോമ്പറ്റീഷൻ കൂടുന്നു എന്നാണ് മനസ്സിലാക്കിയത്. സോ കഴിഞ്ഞ കൊല്ലം നിങ്ങൾ നോക്കാം, ആലപ്പുഴയിൽ 1915 കയറിയത്, 1915. ഇത്തവണ നോക്കുന്ന സമയത്ത് അതേ ലെവലിൽ തന്നെ 1900 തന്നെയാണ്, 1899 1900 തന്നെ. 15 റാങ്കിന്റെ കുറവാണ്, മൈനസ് 15 അവിടെ വന്നിട്ടുള്ള സാധനം. സെയിം നിലയിലാണ്. 1161 ആയിരുന്നു കഴിഞ്ഞ 1002 ആയിരുന്നു, ഇത്തവണ 61, മൈനസ് 1ന്റെ വ്യത്യാസമാണ്. സെയിം അതുപോലെ തന്നെയാണ് പോവുക. 30 32 ഉണ്ടായിരുന്നത് 30 59 എന്ന് പറഞ്ഞാൽ ഒരു പ്ലസ് 25ന്റെ വ്യത്യാസമാണ് അവിടെ വന്നിട്ടുള്ളത്. അതേ നിലയിൽ തന്നെയാണ് ഇ.ഡബ്ല്യു.എസ് നിലനിർത്തുന്നത്. 1008 ഉണ്ടായിരുന്നത് 2200, ഇതൊരു പ്ലസ് 250ന്റെ വ്യത്യാസം നമുക്ക് ഇവിടെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് ഐ തിങ്ക് ഇറ്റ് ഈസ് ഇടുക്കി, അല്ല കോഴിക്കോടിലാണ്. കോഴിക്കോടിൽ ഫസ്റ്റ് അലോട്ട്മെന്റിൽ തന്നെ 250ന്റെ കൂടുതൽ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് 2346 ഉണ്ടായിരുന്നത് 2287, ഇവിടെ മൈനസിലാണ്. പക്ഷെ വലിയൊരു വ്യത്യാസമൊന്നുമല്ല, ഒരു 60ന്റെ വ്യത്യാസമൊക്കെയാണ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. 2340 ഉണ്ടായിരുന്നത് 2352 മാറി, പ്ലസ് 12ന്റെ വ്യത്യാസം. അപ്പൊ ഇ.ഡബ്ല്യു.എസിൽ ഏകദേശം അതേപോലെ തന്നെ 1909 ഉണ്ടായിരുന്നത് 1500 മാറിയിട്ടുണ്ട്, മൈനസ് 400ന്റെ വ്യത്യാസമാണ് ഉണ്ടാവുക. ഒരു ഏറെക്കുറെ നമുക്ക് മനസ്സിലാക്കാനാണല്ലോ ഇ.ഡബ്ല്യു.എസിന്റെ ട്രെൻഡ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. 2419 2021 എന്ന് പറഞ്ഞാൽ മൈനസ് 2ന്റെ വ്യത്യാസമാണ്. 2428 2530 എന്ന് പറഞ്ഞാൽ പ്ലസ് 100ന്റെ വ്യത്യാസം വന്നിട്ടുണ്ട് ഇവിടെ. 3146 2600 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ മൈനസ് ഒരു 500ന്റെ അടുത്ത് വ്യത്യാസം അവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. തൃശ്ശൂർ തിരുവനന്തപുരം കൂടി ഇ.ഡബ്ല്യു.എസ് നോക്കുകയാണെങ്കിൽ 1729 ആണ്, അത് 1677 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു മൈനസ് 70 എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി കോമ്പറ്റീറ്റീവ് ആയതുപോലെയാണ്. അതുപോലെ തന്നെ ഇവിടെ 1295 ആയിരിക്കും കേട്ടോ. ഇത് ആ ഡേറ്റയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇവിടെയും കുറച്ച് അതുപോലെ തന്നെ ആ ഒരു റേഞ്ചിലുള്ള വ്യത്യാസം മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവുക. അപ്പൊ ഇ.ഡബ്ല്യു.എസ് വിഭാഗത്തിന് എന്ത് ചേഞ്ച് ആണ് വന്നിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇ.ഡബ്ല്യു.എസിൻ്റെത് മോർ ഓർ ലെസ് സിമിലർ ആയിട്ടാണ് വരുന്നത്. അല്ലെങ്കിൽ ഒരു പൊടിക്ക് കോമ്പറ്റീഷൻ കൂടിയ പോലെയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നത് പോലെ തന്നെ എന്ത് ചെയ്താൽ മതി, ഈ വർഷം പ്രതീക്ഷിച്ചാൽ മതി എന്നുള്ളതാണ്. ഇതേപോലെ തന്നെ ബി.ഡി.എസിൻ്റെതും ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷെ വീഡിയോ നീണ്ടു പോകുന്നത് കൊണ്ട് ഞാൻ ഇവിടെ ഏകദേശം നിർത്താണ്. ബി.ഡി.എസിന്റെ ഒരു ട്രെൻഡുകൾ ഞാൻ ജനറലി പറഞ്ഞു കഴിഞ്ഞാൽ ബി.ഡി.എസിന് കൂടുതൽ ആളുകൾക്ക് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതകളാണ് കാണുന്നത്. കഴിഞ്ഞ പ്രാവശ്യം 3800, കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ ഒരു 200 റാങ്കെങ്കിലും സ്റ്റേറ്റ് മെറിറ്റിൽ കൂടുതൽ ക്ലോസ് ആവുന്നത് പോലെയാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഇപ്പോൾ കോഴിക്കോട് അടക്കമുള്ള സ്ഥലങ്ങളിൽ ഒരു 200 റാങ്ക്, അപ്പോൾ മൊത്തത്തിൽ എങ്ങനെ പറയാം കേട്ടോ, സ്റ്റേറ്റ് മെറിറ്റിൽ ഒരു 200 റാങ്കെങ്കിലും കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട്. നമ്മൾ മറ്റൊടുത്ത് കണ്ട അതേ സാധനങ്ങൾ, അതായത് LA വിഭാഗം, BH വിഭാഗം, BH വിഭാഗത്തിന് കുറച്ച് കോമ്പറ്റീഷൻ, BH വിഭാഗം, അതുപോലെ തന്നെ കോമ്പറ്റീഷനിൽ വളരെയധികം വ്യത്യാസം വന്നത് നമ്മുടെ BX വിഭാഗം. മറ്റേ അവിടെ കണ്ട അതേ ട്രെൻഡ് തന്നെ, SC ഉണ്ടായിരുന്ന പോലെ SC കുറച്ച് ഈസി ആവുകയും ST കുറച്ച് സ്റ്റാൻഡേർഡ് ആവുകയും ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ എന്താ പറയുക, ഇങ്ങനത്തെ ഒരു ട്രെൻഡാണ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. ഇ.ഡബ്ല്യുവിൽ കുറച്ച് കോമ്പറ്റീഷൻ കൂടുന്നതായിട്ടാണ് നമുക്ക് ബി.ഡി.എസിൽ കാണുന്നത്. സോ ബി.ഡി.എസിന്റെ ഒരു ജനറൽ ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് മെറിറ്റിൽ ഒരു 10-200 റാങ്ക് വ്യത്യാസം വരുന്ന രൂപത്തിലാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് തയ്യാറാക്കാം. നിങ്ങളുടെ എന്താ പറയുക, നമ്മളുടെ ഇതിന്റെ സിഇന്റെ വെബ്സൈറ്റിൽ പോവാം. സിഇന്റെ വെബ്സൈറ്റിൽ ഞാൻ ആദ്യമേ നിങ്ങളെ തുടക്കത്തിലേ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് റാങ്കിന്റെ ഡീറ്റെയിൽ അവിടെ കിട്ടുന്നുണ്ടാവും. അതിനകത്ത് കണ്ടോ, അലോട്ട്മെന്റ് ലിസ്റ്റിന്റെ താഴെ ലാസ്റ്റ് റാങ്കിന്റെ ഒരു ഓപ്ഷൻ അവിടെ വന്നിട്ടുണ്ട്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും ആ ലിസ്റ്റ്. കഴിഞ്ഞ പ്രാവശ്യത്തെ വെച്ച് നോക്കി നിങ്ങളുടെ കാറ്റഗറി മാത്രം നിങ്ങൾ ഫോം ചെയ്തെടുക്കാനാണ് പറയുന്നത്. നിങ്ങളുടെ കാറ്റഗറിയിലെ ട്രെൻഡ് മാത്രം നിങ്ങൾ നോക്കുക. ഈ അലോട്ട്മെന്റിലും അടുത്ത അലോട്ട്മെന്റിലൊക്കെ നോക്കാം. നിങ്ങളായിട്ട് തന്നെ ഒരു തീരുമാനം എടുക്കുക. ഇത് ഒരാളിരുന്ന് പറഞ്ഞു തരേണ്ട ഒരു സാധനം അല്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ.
ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, ലൈക്ക് ചെയ്യണം എന്നുള്ള കാര്യം ഓർമ്മിക്കണം. സംശയങ്ങൾ കമന്റ് ബോക്സിൽ ഇട്ടോളൂ. ഡെഫിനറ്റ്ലി എന്ത് ചെയ്തോളാം, നമ്മൾ അതിനെ നോക്കി ഇവാലുവേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ആൻഡ് ഡോപ്പയിൽ കുറഞ്ഞ സീറ്റുകൾ കൂടി ബാക്കിയുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ സീറ്റുകൾ എല്ലാ ക്യാമ്പസും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചാപ്റ്റേഴ്സ് ഒക്കെ നിങ്ങൾക്ക് നല്ല നിലയിൽ തന്നെ വരുന്നുണ്ടാവും. ഇപ്പോൾ എടുത്ത ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് റിവിഷൻ സമയത്തായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. താല്പര്യമുള്ള ആളുകൾ അഡ്മിഷൻ ബുക്ക് ചെയ്യാൻ വിളിക്കുമല്ലോ. കമ്മിറ്റഡ് ആയിട്ട് നിങ്ങളുടെ കൂടെ എന്ന് നമ്മളുണ്ടാവും. താങ്ക് യു സോ മച്ച്. ബൈ.